അങ്ങനെ ആരാധിക്കുന്നത് ഉറക്കം തൂങ്ങി ആരാധിക്കല്ലേ കേട്ടോ. ആളുകളെ തൃപ്തിപ്പെടുത്താൻ ആരാധിക്കല്ലേ. ഇടത്തും വലത്തിരിക്കുന്നവരൊക്കെ അനങ്ങാതിരിക്കുകയാണ്, ഞാനും അനങ്ങാതിരിക്കുകയാണെന്ന് ധരിക്കരുത്. നിന്റെ അകത്തോട്ട് ഈ സ്പിരിറ്റ് കയറിയിട്ട് പരിസരം മറന്ന് ദൈവത്തെ നീ ആരാധിക്കണം. നിന്റെ ഇമോഷൻസ് ദൈവത്തിന് കൊടുക്കണം, നിന്റെ വികാരങ്ങൾ ദൈവത്തിന് കൊടുക്കണം, നിന്റെ ശക്തി ദൈവത്തിന് കൊടുക്കണം. മുഴുവൻ അങ്ങ് വീണ് കിടക്കുകയാണ്. ഇതെല്ലാം എൻ്റെ ദൈവത്തിനാണ്. ഇവിടെ ഒറ്റ മനുഷ്യനെ എനിക്ക് പ്രസാദിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു മനുഷ്യൻ്റെയും മുമ്പിൽ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. എൻ്റെ അകത്ത് ദൈവം തന്ന വെളിച്ചം അത് ശോഭിക്കട്ടെ. എൻ്റെ അകത്ത് ദൈവം തന്ന കൃപ അത് വ്യാപരിക്കട്ടെ. എൻ്റെ മേൽ പകർന്ന അഭിഷേകത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. അതെ, ഞാൻ ദൈവവുമായിട്ടാണ് എനിക്ക് കാര്യമുള്ളത്. നിന്റെ ആരാധന ദൈവത്തിനാണ്. ആരെങ്കിലും കൈവക്കാൻ പറയുന്നുണ്ട്, കൈവക്കാനുള്ള ആളല്ല നീ. ആരെങ്കിലും കൈയടിക്കാൻ പറയുന്നുണ്ട്, കൈയടിക്കാനുള്ള ആളല്ല നീ. ആരെങ്കിലും പറയുമ്പോൾ ചെയ്തു അതിന് തെറ്റില്ല, എന്നാൽ അല്ലാതെ തന്നെ നിന്റെ അകത്തുനിന്ന് വരേണ്ടതാണിത്. നീയും ദൈവവുമായിട്ടാണ് കാര്യം. നീ ദൈവത്തെ ആരാധിച്ചിട്ട് ഇന്ന് പോകാവുള്ളൂ. ഇത് ആരാധനാ ദിവസമാണ്. ഇന്ന് ദൈവത്തിന് കൊടുക്കാനുള്ള കൊടുത്തിട്ടേ പോകാവുള്ളൂ. സ്വർഗത്തിൽ ചെന്ന് കവണ്ണ് വീണ് ആരാധിക്കാനുള്ള നിന്റെ അകത്ത് തന്നെ എപ്പോഴും ദൈവ സന്നിധിയിൽ കവണ്ണ് കിടന്ന് ആരാധിക്കാൻ നിനക്ക് കഴിയണം. മുട്ടിൽ നിന്ന് ആരാധിക്കാൻ നിനക്ക് കഴിയണം. വൃദ്ധനായ ദാനിയേൽ പോലും അവന് ആയിരുന്നപ്പോഴ് അവന്റെ കിളിവാതിൽ തുറന്നു വെച്ച് യെരൂശലേമിന് നേരെ തുറന്നു വെച്ച് ദിനം പ്രതി 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുക, ദൈവത്തിന് മുമ്പിൽ കവണ്ണ് വീണ് കിടക്കുക, ദൈവത്തെ അങ്ങനെ ആരാധിക്കുക, എല്ലാം മറന്ന് ആരാധിക്കുക. ആരാധനയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആരാധനയ്ക്ക് വേണ്ടി വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ആരാധനയുടെ ബൈ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ. അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല ആരാധിക്കുന്നത്. ആരാധനയുടെ ബൈ പ്രൊഡക്റ്റ് ആണ് രോഗശാന്തി. ആരാധനയുടെ ബൈ പ്രൊഡക്റ്റ് ആണ് ബന്ധനങ്ങൾ അഴിയുന്നത്. ആരാധനയുടെ ബൈ പ്രൊഡക്റ്റ് ആണ് നിനക്ക് വിടുതൽ. എന്നാൽ ബൈ പ്രൊഡക്റ്റ് അല്ല നമുക്ക് വേണ്ടിയത്. നമ്മൾ ചെയ്യുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ചെയ്യാനുള്ളത് ദൈവം നിനക്ക് വേണ്ടി ചെയ്തു കൊള്ളും. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ കാണാം, അവർ ഉല്ലസിച്ചു ഘോഷിച്ചു. എന്തോ ഉല്ലസിച്ച് ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആരാധനയ്ക്ക് മൂടില്ലാത്ത കാര്യം നീ ചെയ്താൽ പുറകെ മൂട് വരും. ഓർത്തോണം, ഏതെങ്കിലും കാര്യം ചെയ്യാൻ മൂടില്ലെങ്കിൽ ആ കാര്യം ചെയ്താൽ മതി, പുറകെ മൂട് വരും. മൂടിൻ്റെ പുറകെ നീ പോകരുത്. സ്തോത്രം പറയാൻ മൂടില്ലെങ്കിൽ, മൂടില്ലാത്തപ്പോഴും കുറേ സ്തോത്രം പറഞ്ഞുമൊക്കെ കുറച്ച് കഴിയുമ്പോൾ സ്തോത്രം പറയാനുള്ള മൂട് തന്നെ വരും. മൂട് പുറകെ വന്നോളും, മൂടിൻ്റെ പുറകെ നീ പോകരുത്. ഏത് കാര്യമാണെങ്കിലും അങ്ങനെ. ഏത് കാര്യത്തിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മൂടില്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യം ചെയ്തോണം. വിൽ പവർ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്, ഇച്ഛാശക്തി ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ആരാധിപ്പാൻ വന്നാൽ നീ ആരാധിച്ചിട്ട് പോകണം, മൂട് നോക്കണ്ട. ചില ആളുകൾ പറയും ഇന്ന് നല്ലൊരു ആരാധിക്കാവുന്ന ഒരു സഭായോഗത്തിന് വന്നാൽ ഇന്നൊരു അന്തരീക്ഷം ഇല്ല എന്നൊക്കെ പറയും. ആരാ കൊണ്ടുവരണ്ടേ അന്തരീക്ഷം ആരാ കൊണ്ടുവരണ്ടേ? നീ വന്നപ്പോൾ എന്താ അത് കൊണ്ടുവരാഞ്ഞത്? ആരാധനയ്ക്ക് വീട്ടിൽ നിന്ന് ആത്മീയ ചൂടിൽ ആത്മീയ തീക്കനലും കൊണ്ട് വേണം ആരാധനയ്ക്ക് വരാൻ. അങ്ങനെ എല്ലാ വീട്ടിൽ നിന്നും തീക്കനൽ ഒന്നിച്ച് വരുമ്പോഴാണ് തീ കത്തുന്നത്. അല്ലാതെ ഇവിടെ വന്നിട്ട് ആരെങ്കിലും തീ കത്തിച്ചില്ലെന്നും പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് പോകരുത്. നിന്റെ തീ എവിടെ? നിന്റെ അകത്ത് വീണ തീക്കനൽ എവിടെ? അത് കത്തി ജ്വലിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക, അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിന്റെ ആത്മാവിന് അർത്ഥമുണ്ടാകുന്നത് ആരാധിക്കുമ്പോഴാണ്. നിന്റെ ആത്മാവ് റിയലൈസ് ചെയ്യുന്ന ആരാധിക്കുമ്പോഴാ. നിന്റെ ആത്മാവ് മീനിങ് ഫുൾ ആകുന്ന ആരാധിക്കുമ്പോഴാ. നിന്റെ ആത്മാവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ദൈവവുമായുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയാ. ദൈവവുമായുള്ള ഏറ്റവും അർത്ഥപൂർണമായ കമ്മ്യൂണിക്കേഷൻ ആരാധനയാണ്. അത് ഏത് എക്സ്പ്രഷൻ വേണം ഉപയോഗിക്കാം. ചിലർ ആരാധിക്കുമ്പോഴാണ് കണ്ണുനീര് വരുന്നത്. കരഞ്ഞോ ദൈവം പറയും എൻ്റെ പൈതൽ എന്നെ ആരാധിക്കുന്നു. ചിലർക്ക് കൈപൊക്കിക്കോ, ചിലർക്ക് കൈയടിച്ചോ, ചിലർക്ക് തുള്ളിച്ചാടിക്കോ. ഏത് എക്സ്പ്രഷൻ വേണമെങ്കിലും നിന്റെ അകത്ത് ആരാധനയുടെ ആ വലിയ ശക്തിയുടെ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തോ. സമയയോഗത്തിലാണെങ്കിൽ എല്ലാം ചന്ത ഉചിതമായിരിക്കണം. നീ ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കണം. പല ആളുകൾക്കും കൂട്ട ആരാധനയുള്ളൂ, പല ആളുകൾക്കും കൂട്ടപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യോഗത്തിലുള്ള പ്രാർത്ഥനയല്ലാതെ പിന്നെ അവരൊരിക്കലും പ്രാർത്ഥിക്കില്ല. യോഗത്തിൽ വേണം അവർ നീട്ടി പ്രാർത്ഥിക്കും, പിന്നെ അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല. ആരാധനയോ എല്ലാവരും കൂടി വന്നിരിക്കുമ്പോൾ ഉള്ള ആരാധനയുണ്ട്, ഒച്ചയുണ്ട്, എല്ലാം ഉണ്ട്. അത് കഴിയും പിന്നെ ആരാധനയില്ല. ആഴ്ചയിൽ ഒരു ദിവസം ആരാധന, ബാക്കി ദിവസങ്ങളിൽ ഇഷ്ടം പോലെ ജീവിക്കുക. ഇവിടെ നിന്ന് ഇറങ്ങി ഈ ബസ് കർമ്മ സ്തോത്രം പറയണം, വണ്ടി കർമ്മ സ്തോത്രം പറയണം,
വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. പകല് മുഴുവൻ ദൈവത്തെ സ്തുതിക്കണം, രാത്രി ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ബോധപ്പെടുത്തണം. കാരണം നിരന്തരം ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ്, നിരന്തരം ദൈവമായിട്ടുള്ള കൂട്ടായ്മയാണ്. അതുമാത്രമേ വളരത്തുള്ളൂ. അങ്ങനെയുള്ളതാണ് ജീവിക്കുന്നത്. നീ ജീവനുള്ള ഒന്നാണ് നിന്റെ അകത്തുള്ളത്. ചത്തയൊന്നല്ല, കുറെ ക്രമങ്ങളല്ല, കുറെ ചിട്ടകളല്ല, കുറെ ഫ്രെയിമല്ല, കുറെ ചടങ്ങുകളല്ല നമുക്കുള്ള ജീവൽ ബന്ധമാണ്. ഒരു മരം ആഴത്തിലേക്ക് വേരിറക്കിയിട്ട് അതിൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കുന്ന പോലെയാണ് നിന്റെ ആത്മീയ ജീവിതം. ക്രിസ്തുവിൽ വേരൂന്നിരിക്കുകയാണ്, ആശ്ചര്യത്ത് നട്ടിരിക്കുന്ന മരം പോലെയാണ് നീ. നീ തക്കകാലത്ത് ഫലം കായ്ക്കണമെങ്കിൽ നിരന്തര വളർച്ചയുണ്ടാകും. നിരന്തരം ഈ ജീവന്റെ രസത്തിന്റെ ഒഴുക്കുണ്ടാകണം. ജീവന്റെ രസം നിരന്തരം ഒഴുകണമെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, അയ്യോ എൻ്റെ ഉള്ളം ദാഹിക്കുന്നു. മരുഭൂമിയില് വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിച്ച് മോഹാത്സ്യപ്പെടുന്നു. കോരപുത്രന്മാർ പ്രാർത്ഥിച്ച് മാൻ നീർത്തുള്ളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ എൻ്റെ ഉള്ളം നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അകത്തുണ്ടാകേണ്ടതാണ്. പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് പോലും അകത്തിതുണ്ടായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന് ഉള്ളിൽ വഹിച്ചു നടക്കുന്ന ദൈവ പൈതലെ നിന്റെ അകത്ത് എത്ര അധികമുണ്ടാകണം. എന്തിനാ ആത്മാവിനെ നിനക്ക് തന്നത്? പരിശുദ്ധാത്മാവിനെ എന്തിനാ നിന്റെ മേൽ പകർന്നത്? ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ എന്തിനാ വസിക്കുന്നത്? നിന്നിൽ വസിക്കുന്ന അഭിഷേകമെന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നു. എന്തിനാ അഭിഷേകം നിന്നിൽ വസിക്കുന്നത്? അഭിഷേകം കൊണ്ട് നീ ഒരു പുരോഹിതനായി. പുരോഹിതൻ ചെയ്യേണ്ടത് ആരാധനയാണ്. പുരോഹിതൻ ചെയ്യേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവൻ യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുന്നവനാണ്. അവൻ നിരന്തരം ശുശ്രൂഷിക്കുന്നവനാണ്. ദൈവത്തിന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കേണ്ടവനാണ്. ദൈവഭയം ഇല്ലാതെ വന്നാൽ, ദൈവ സാന്നിധ്യബോധം ഇല്ലാതെ വന്നാൽ രക്ഷിക്കപ്പെടാത്ത ആളുകളെക്കാൾ കൂടുതൽ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകാൻ പോവുക. ദൈവത്തെ അപമാനിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. തൻ്റെ മഹത്വം മറ്റൊരുത്തന് വിട്ടുകൊടുക്കുകയല്ലെന്ന് മാത്രമല്ല, അവൻ്റെ നാമം വൃഥാവെടുക്കാൻ അവൻ സമ്മതിക്കത്തില്ല. ദൈവസന്നിധിയിൽ വന്ന് ദൈവ സാന്നിധ്യ ബോധമില്ല, ദൈവസന്നിധിയില്ല, സഭയിൽ വന്ന് സഭായോഗത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ പിന്നെ വേറെ ഒരു കാര്യത്തിൽ ഇടപെടരുത്. അവിടെ പിറുപിറുപ്പുകാർ കാണും. എല്ലാ സഭയിലും 100 പേരുണ്ടെങ്കിൽ 2 പേര് വഴക്കാളികളായിരിക്കും. അവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടേ, 2 പേര് അവരുടെ വഴിക്ക് പോട്ടെ, 98 പേര് ദൈവത്തെ ആരാധിക്കേ. നീ ദൈവത്തെ മതി. 2 പേർക്ക് വേണ്ടി ബാക്കി ആളുകൾ മലിനപ്പെടരുത്. അവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കല്ല, അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കരുത്. അതല്ല, നോക്കാനല്ല നീ വന്നോ. നീ ദൈവത്തെ ആരാധിക്കാൻ വന്നവനാ. അതിനുവേണ്ടി ദൈവം വിളിച്ച ദേശത്ത് നിന്നെ ആക്കി വെച്ചത്. ഓരോ ദേശത്തും ദൈവം മുൻകൂട്ടി കണ്ട ചില കുടുംബങ്ങളുണ്ട്, ചില വ്യക്തികളുണ്ട്. അവരെ തെരഞ്ഞു പിടിച്ച് ദൈവം വേർതിരിച്ച് അഭിഷേകം ചെയ്ത് ദേശത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നീ കർത്താവിൻ്റെ മഹത്വമുള്ളവനായി നിൽക്കാനാ. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ മഹത്വം ദേശത്ത് വെളിപ്പെടുത്തുവാൻ. ദൈവം നിന്നെ കണ്ടിരിക്കുമ്പോൾ ദുഷ്ടപിശാച് നിനക്ക് വിരോധമായി പോരാടുന്നുണ്ട്. നിന്റെ നന്മകളെ അപഹരിപ്പാനോ, നിന്റെ ജീവിതത്തെ നിരാശപ്പെടുത്താനും, നിന്റെ വിളക്ക് കെടുത്തിക്കളയുവാനും ശത്രു പോരാടുന്നുണ്ട്. നിന്റെ കൃപകളെ ഒതുക്കി വയ്ക്കുവാൻ, നിന്റെ പ്രയോജനം നഷ്ടപ്പെടുത്തുവാൻ ദുഷ്ടശക്തികൾ പോരാടുന്നുണ്ട്. അതിൻ്റെ മുമ്പിൽ നീ പകച്ചു നിൽക്കരുത്, അതിന് മുമ്പിൽ അറച്ചു നിൽക്കരുത്, അത് കണ്ട് പേടിച്ചു നിൽക്കരുത്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നിന്നെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കോ. അവൻ്റെ എണ്ണ, അഭിഷേകത്തിൻ്റെ എണ്ണ നിന്റെ മേൽ പകരുന്നു. ഇന്ന് പകൽ അഭിഷേകത്തിന്റെ എണ്ണ നിന്റെ മേൽ പകരുന്നു. നിന്റെ ദീപത്തെ അവൻ കത്തിക്കുന്നു. ശക്തിയുള്ള പ്രഭയുമായി മാത്രമേ ഇവിടുന്ന് പോകാവുള്ളൂ. ജ്വലിച്ച് പ്രകാശിക്കുന്ന തീപ്പന്തവും മാത്രമേ ഇവിടുന്ന് പോകാവുള്ളൂ. നിന്റെ നാടിനെ കത്തിക്കുവാൻ, നിന്റെ ദേശത്തെ കത്തിക്കുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്തിന്റെ ശക്തി കൊണ്ട് ദേശങ്ങൾക്ക് വിടുതൽ ഉണ്ടാകുവാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നീ വിരൽ ചൂണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ ദൈവം വേർതിരിക്കാൻ പോകുന്നു. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന വീടുകളിൽ ദൈവത്തിന്റെ ശക്തി ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. നീ കൈവച്ച് പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് അത്ഭുത സൗഖ്യം അവൻ നൽകുന്നു. നീ കൈ ഉയർത്തി അവകാശം പറയുന്ന ദേശങ്ങളിൽ ദൈവത്തിന് ഉണർവ് ദൈവം അയക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ദാസനെ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക ഇന്ന് പകൽ നിന്റെ മേൽ ദൈവം പകരുന്നു. അത്യന്ത ശക്തി ഇന്ന് പകൽ നിന്റെ മേൽ ദൈവം പകരുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. 2011 വരെ
നീ വിങ്ങി വിങ്ങി നടന്ന വിഷയങ്ങളുണ്ട്. അയ്യോ മറുപടി കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇനി പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയങ്ങളുണ്ട്. എന്നാൽ 2012 ദൈവത്തിന്റെ അത്ഭുതം നിന്റെ പെരയ്ക്കകത്ത് ദൈവം വെളിപ്പെടുത്തുന്ന വർഷമാണ്. 2012 ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന വർഷമാണ്. നീ ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു കുറവും വരുത്തരുത്. പരിസരം മറന്ന് ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുക. മനസ്സ് തെളിഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. പൂർണ്ണ ശക്തിയോട് ദൈവത്തെ ആരാധിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുക. പൂർണ്ണ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. അതിശക്തമായി ദൈവത്തെ ആരാധിച്ചിട്ട് ഇന്ന് നീ ഇവിടെ പോകാമുള്ളൂ. തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ എരച്ചിൽ പോലെ, മഹാപുരുഷാരത്തിന്റെ ഘോഷം പോലെ സ്വർഗ്ഗത്തിൽ പിന്നെയും കേട്ടത്. We praise you, Lord. ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരാധനയുടെ ബൈ പ്രൊഡക്റ്റായ രോഗശാന്തി നിന്റെ മേൽ കടന്നു വരുന്നു. നീ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരാധനയുടെ ബൈ പ്രൊഡക്റ്റായ വിടുതൽ നിന്റെ ഭവനത്തിൽ ദൈവം നൽകുന്നു. ഒച്ചമുള്ളങ്കാൽ അഭിനയിക്കുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി നിന്റെ നാടിഞരമ്പുകളില്, നിന്റെ ആ മാംസപേശികളില്, നിന്റെ അസ്ഥി പഞ്ചരങ്ങളില്, നിന്റെ ആന്തരിക അവയവങ്ങളില് എന്ന് പകൽ വ്യാപരിച്ച അത്ഭുത രോഗശാന്തിയുടെ കൃപ നിന്നെ ശരീരത്തിൽ ദൈവം അയക്കുന്നു. അവൻ നിന്നെ ബലപ്പെടുത്തുന്നു. അവൻ നിന്നെ ശക്തിപ്പെടുത്തുന്നു. അവൻ നിന്റെ ക്ഷീണത്തെ മാറ്റുന്നു. അവൻ നിന്റെ ബലഹീനതയെ മാറ്റുന്നു. നിന്റെ ജീവിതത്തിലുള്ള അബദ്ധങ്ങൾക്ക് അവൻ പരിഹാരം തരുന്നു. നിന്റെ ജീവിതത്തിലായ ബുദ്ധിമോശങ്ങൾക്ക് അവൻ പരിഹാരം വരുത്തുന്നു. നിന്റെ ജീവിതത്തിലുണ്ടായ ഭോഷത്വങ്ങൾക്ക് അവൻ വിടുതൽ തരുന്നു. മറ്റുള്ളവർ നിന്നെ ചതിച്ചു, മറ്റുള്ളവർ നിന്നെ വഞ്ചിച്ചു. ആ ദുഃഖത്തിൽ നീ ഇന്നിവിടെ വന്നിരിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി നിന്നെ വിടുവിപ്പാൻ എഴുന്നേറ്റിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി നിനക്ക് അനുകൂലമായി വ്യാപരിക്കുന്നു. അവന്റെ ബലത്തിനും വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പ്, അളവറ്റ വലിപ്പ്, അളവറ്റ വലിപ്പ് ഇന്ന് നിനക്ക് വേണ്ടി വ്യാപരിക്കുന്നു.